നമ്മൾ മലയാളികൾക്ക് പ്രിയങ്കരമായ വിഭവങ്ങൾ ഇലയിൽ വിളമ്പി കഴിക്കുന്നതാണ് ഓണസദ്യ. ഈ ഓണസദ്യ വെറും സ്വാദിന് വേണ്ടി മാത്രമല്ല, ആരോഗ്യപരമായ വിശേഷങ്ങളും പറയാനുണ്ട്. മധുരവും പുളിയും അടക്കമുള്ള വിശേഷ വിഭവങ്ങളെല്ലാം തന്നെ സ്വാദിനൊപ്പം നമ്മുടെ ആരോഗ്യത്തെ കൂടി ഉറപ്പിക്കുന്ന ഒന്നാണ്. സദ്യ വിഭവങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ചിട്ടയുണ്ട്, കഴിക്കുവാനും വിളമ്പുവാനും എല്ലാം. സദ്യയ്ക്ക് മധുരമുള്ള കറി, ഉപ്പുള്ള കറി, എരിവുള്ള കറി, പുളിയുള്ള കറി എന്നിവയാണ് പ്രധാനം. ഇവയെല്ലാം തന്നെ നമ്മുടെ വയറിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യസ്ഥിതിയെയും അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. സദ്യയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കാളൻ. കുറുക്ക് കാളൻ എന്നതാണ് പറയുക. ഇതിൽ പ്രധാന ചേരുവകളായത് ജീരകം, കുരുമുളക് എന്നിവയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വാതപിത്ത കഫദോഷങ്ങൾ നീക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. ആയുർവേദ പ്രകാരം വാതപിത്ത കഫദോഷങ്ങളാണ് ശരീരത്തിന് ദോഷങ്ങൾ വരുത്തുന്നതും അസുഖ കാരണമാകുന്നതും. കാളനിൽ ചേർക്കുന്ന പുളിച്ച മോര് ദഹന പ്രശ്നങ്ങൾക്ക് മരുന്നാണ്. ജീരകം ഗ്യാസിന് മരുന്നാണ്. കുരുമുളക് കഫദോഷങ്ങൾക്കുള്ള പരിഹാരമാണ്. കറിവേപ്പില, കടുക്, ഉലുവ എന്നിവയെല്ലാം തന്നെ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. വറവിനുപയോഗിക്കുന്ന ചുവന്ന മുളക് തടി കുറയ്ക്കാൻ മികച്ചതാണ്. ആദ്യം നെയ്യൊഴിച്ച് ചോറ് കഴിക്കുന്നത് ചോറിലൂടെ എത്തുന്ന ഷുഗർ രക്തത്തിൽ പെട്ടെന്ന് ഉയർന്ന് പ്രമേഹം ഒഴിവാക്കാൻ നല്ലതാണ്. നെയ്യ് പതുക്കെ ഷുഗറിനെ രക്തത്തിലേക്ക് കടത്തിവിടൂ. ഇനി അവിയലിനെ പറ്റി പറയാം. എല്ലാ പച്ചക്കറികളുടെയും കൂട്ടായ്മയാണ് അവിയൽ. പോഷകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന്. അവസാനം ചേർക്കുന്ന പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുമെല്ലാം സ്വാദ് മാത്രമല്ല, ആരോഗ്യത്തിന് ഉത്തമവുമാണ്. ചൂട് ചോറിൽ ചേർക്കുന്ന സാമ്പാർ പച്ചക്കറികളും പരിപ്പും ചേർന്ന പോഷകമാണ്. ഇതിൽ ചേർക്കുന്ന മല്ലി പ്രമേഹത്തിനുള്ള മരുന്നാണ്. കായം നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. പലതരം പച്ചക്കറികളുടെ ഒരു ചേരുവയാണ് സാമ്പാർ. ക്യാരറ്റ്, സവാള, വഴുതന, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക എന്നിങ്ങനെ പോകുന്നു ഈ ലിസ്റ്റ്. ഇതുകൊണ്ട് തന്നെ ഇവയിലെ പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭ്യമാവുകയും ചെയ്യും. സദ്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവമാണ് ഓലൻ. ഇതിലെ എണ്ണ നമ്മുടെ കുടലിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനായിട്ട് മികച്ചതാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. ഇഞ്ചിപ്പുളി, പുളിയിഞ്ചി എന്നിവയിലെ പുളി രുചിയും ചേരുവകളുമെല്ലാം തന്നെ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. ഇനി പായസം കഴിച്ച ശേഷം പുളിച്ച മോര് കൂട്ടി ഊണ് കഴിക്കുക എന്നതാണ് ശരിയായ ചിട്ട. നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും ഗ്യാസിൻ്റെ പ്രശ്നത്തിനുമൊക്കെ നല്ലതാണിത്. പായസത്തിൻ്റെ മട്ടൊഴിവാക്കാനും നല്ലതാണ്. മോരിൻ്റെ വകഭേദമായ സംഭാരം, കറിവേപ്പില, ഇഞ്ചി തുടങ്ങിയ ചേരുവകളാൽ വയറാരോഗ്യം ഉറപ്പുവരുത്തുന്നു. സദ്യ ഉണ്ണാനും കൃത്യമായ രീതിയുണ്ട്. നമ്മൾ കഴിക്കുന്നത് പോലെയല്ല. ആരോഗ്യത്തിനും സ്വാദറിഞ്ഞ് കഴിക്കാനും കാളൻ ചോറിൽ കുഴച്ച് ഒരു കഷ്ണം വറുത്ത കായ ഉപ്പേരി ചേർത്ത് ഓലനിൽ മുക്കി കഴിക്കണം. ഓലൻ വെള്ളത്തിൽ ഉരുള മുക്കി പിന്നീട് ഓലൻ കഷ്ണം വായിലിടാം. പിന്നീട് എരിശ്ശേരി കൂട്ടി കഴിക്കാം. ഓരോ ഉരുളയ്ക്കും ശേഷം ഉപ്പിലിട്ടത് തൊട്ടുകൂട്ടാം. മോര് കൂട്ടുമ്പോൾ മോര് മാത്രം അല്ലെങ്കിൽ വെളുത്ത കറി കൂട്ടി കഴിക്കാം. മോരിനൊപ്പം പപ്പടം അരുത്. ഇപ്പോൾ വെളുത്ത പായസങ്ങളുടെ കാലമാണെങ്കിലും പരമ്പരാഗത രീതിയിൽ സദ്യയ്ക്ക് ശർക്കര പായസമാണ് മികച്ചത്. ഇതിലെ ശർക്കര അയൺ സമ്പുഷ്ടമാണ്. നമ്മുടെ രക്തോൽപാദനത്തിന് നല്ലതാണ്. തേങ്ങാപ്പാലും ഏറെ നല്ലതാണ്. സദ്യയ്ക്ക് ശേഷം പഴം കഴിക്കുന്നത് കുടലിന് സുഖം നൽകുന്ന ഒന്നാണ്. എല്ലാറ്റിനും ഉപരിയായി ഓണസദ്യ വാഴയിലയിലാണ് കഴിക്കുന്നത്. ഇതിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയാണ്. കൈകൊണ്ട് കഴിക്കുന്നത് നമ്മുടെ നാഡികളെ സ്വാധീനിക്കുന്ന, ഇതുവഴി നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെയും തലച്ചോറിനെയും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ പൂർവികരൊക്കെ വാഴയിലയിൽ ഈ കറികളെല്ലാം ചിട്ടയോടെ വിളമ്പി ചിട്ടയോടെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരുന്നിരുന്നത്.